മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 20/10/2002 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രേവതിയാണ് നക്ഷത്രം. രേവതി 3-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നത്തിൽ ശനി ഗുളികൻ. 2-ൽ ധനസ്ഥാനത്ത് ഉച്ചസ്ഥനായി വ്യാഴം. 3 ശൂന്യം. 4-ൽ ഭദ്രയോഗം കൊടുത്തുകൊണ്ട് ബുധൻ കുജൻ. 5-ൽ നീചനായി സൂര്യൻ ശുക്രൻ. 6-ൽ കേതു. 7, 8, 9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ ചന്ദ്രൻ. 11 ശൂന്യം. 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത്. ഇദ്ദേഹം ജോലി ചെയ്യുന്നത് മിലിട്ടറിയിലാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർക്കാർ ജോലി ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൊടുക്കുന്ന ഗ്രഹനില കൂടിയാണത്. പക്ഷേ ഈ ഗ്രഹനിലയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും മികച്ച ഗ്രഹനില തന്നെയാണത്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഗ്രഹനിലയിലുണ്ട്. 1, ലഗ്നത്തിൽ മിഥുന ലഗ്നം. ലഗ്നത്തിൽ ശനി നിൽക്കുന്നു ബുധൻ്റെ ക്ഷേത്രത്തിൽ, ഒപ്പം ഗുളികനും. അറിവിൻ്റെ, ബുദ്ധിയുടെ, ഓർമ്മയുടെയൊക്കെ കാരകനാണ് ബുധൻ എന്ന ഗ്രഹം. അപ്പോൾ ബുധ ലഗ്നത്തിൽ ഒരാൾ ജനിക്കുകയും അതിൽ ശനി ഗുളികൻ കോമ്പിനേഷൻ നിന്ന് കഴിഞ്ഞാൽ അറിവിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കാം. എന്ന് വെച്ചാൽ വിവരക്കേടുകൾ ചിന്തിക്കാമെന്ന് സാരം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. ഇവിടെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ഭദ്രയോഗം കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. 4-ൽ ശത്രുവായിട്ടുള്ള കുജനും അവിടെയുണ്ട്. പക്ഷേ ഈ ബുധൻ എന്ന് പറയുന്നത് ഭദ്രയോഗം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും ഗുളിക ഭവനാധിപനായിട്ടുള്ള ബുധനാണ്. എന്ന് വെച്ചാൽ ബുധൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. അതാണ് ഗുളിക ഭവനാധിപനായിട്ടുള്ള ബുധൻ. അപ്പോൾ ബുധനെ തീർച്ചയായിട്ടും ഗുളികൻ ആക്രമിക്കും, തീർച്ചയായാണ്. ആ ആക്രമണം നടത്തുന്നതിനനുസരിച്ച് അറിവിനെ, ചിന്തയെ, ബുദ്ധിയെ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാധിക്കാം. എന്ന് വെച്ചാൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാം. ശരിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം മുന്നിൽ വരികയും അത് ശരിയാണ് എന്ന് കരുതി പ്രവർത്തിക്കുകയും എന്നാൽ പിന്നീട് അത് അബദ്ധമായിരുന്നുവെന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഇത്തരക്കാരുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ലഗ്നത്തിൽ ശനി ഗുളികൻ കോമ്പിനേഷനിലൊക്കെ, പ്രത്യേകിച്ചും ബുധ ലഗ്നത്തിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ എടുത്തു ചാടി ഒരു കാര്യത്തിലും പോയി ഇടപെടാൻ നിൽക്കരുത്. അത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് അവനവന് തന്നെ വരുമെന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പ്രത്യേക കാറ്റഗറിയിൽ, ഒരു ടൈപ്പ് മൈൻഡ് സെറ്റുള്ള ഒരാൾ കൂടിയാണ്. ലഗ്നാൽ 5-ൽ നീചനായി സൂര്യൻ, വർഗോത്തമം ചെയ്ത സൂര്യനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം പൊതുവെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രഹം കൂടിയാണ്. വളരെ മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ചാൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗ്രഹമാണ് സൂര്യൻ. പ്രത്യേകിച്ച് അത് നീചനായി മനസ്സിൻ്റെ സ്ഥാനത്ത് ശുക്രനോടൊത്ത് നിൽക്കുന്നു. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശുക്രൻ സൂര്യൻ ശത്രുക്കളാണ്. അവിടേക്ക് 12-ൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു. എങ്ങനെയുള്ള ഗുളികൻ്റെ ദൃഷ്ടി? ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ തൻ്റെ 12ാമത്തെ ദൃഷ്ടി രാഹുവിലേക്ക് നടത്തുകയും പ്രസ്തുത രാഹു തൻ്റെ 6ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തരം മൈൻഡ് സെറ്റ് ഉണ്ടാകും. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നതാണ് ശരി, അതല്ല എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള ആളുകളും, അത് സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, എന്നോട് പെരുമാറണം എന്ന് പറയുന്ന ഒരു ചിട്ട ഇവർ പ്രാവർത്തികമാക്കി പോന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഇവരിൽ നിന്നും ആളുകൾ ഇങ്ങനെ അകന്നു മാറിക്കൊണ്ടേയിരിക്കും പല രീതിയിലായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹം ജോലി ചെയ്യുന്നതിനോടൊന്നും ഇദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല, എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കണം. ഇതാണ് ഇദ്ദേഹം ഡിമാൻഡ് ചെയ്ത അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചിന്ത വരണമെങ്കിൽ അതൊരു നീചമായിട്ടുള്ള ചിന്തയാണ്. ഒരാൾ ജോലിക്കൊന്നും പോകരുത്, എൻ്റെ ഒപ്പം കറങ്ങി തിരിഞ്ഞ് ചുമ്മാ നടക്കുക എന്ന് പറയുന്നത് ഒരു നീചമായിട്ടുള്ള ചിന്തയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ദോഷമേ വരുള്ളൂ, ഗുണമൊന്നും വരില്ല. വെറുതെ കറങ്ങി തിരിഞ്ഞ് നടന്നത് ആരായാലും അവർക്ക് ഗുണമൊന്നും വരാൻ സാധ്യതയില്ല. അത് പ്രാക്ടിക്കാലിറ്റിയാണ്. അപ്പോൾ അത്തരം ചിന്ത വരണമെന്നുണ്ടെങ്കിൽ ആ ചിന്തിപ്പിക്കുന്നത് ഇവിടെ സൂര്യൻ രാഹു കോമ്പിനേഷനാണ്.
ഇതാണ് ഇത്തരം ഗ്രഹനിലകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്തരക്കാരായിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇവർ ഉയർന്നുകൊണ്ടേയിരിക്കും. ചേരുന്ന ആളുകൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ ട്രാപ്പിലകപ്പെട്ട് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഇവരതിനെ നിർത്തും. അങ്ങനെ സഹകരിച്ച് പോകാത്തവരെ ഇവർ ഒഴിവാക്കുകയും ചെയ്യും, നിർദാക്ഷിണ്യം ഒഴിവാക്കും. അപ്പോൾ ഇത്തരം ഗ്രഹനിലകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഗ്രഹനിലകൾ വെച്ച് ഇവരല്ല സൂക്ഷിക്കേണ്ടത്, ഇവർക്കൊപ്പം ചേരുന്ന ആളുകൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് തന്നെയാണ്. രാഹു, പൊതുവേ രാഹു 12-ലൊക്കെ നിന്നിട്ട് തൻ്റെ 6ാമത്തെ ദൃഷ്ടി മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, 5-ലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കണം. രാഹു വളരെ ക്രൂക്കഡായിട്ടുള്ള ഇല്യൂഷൻസ് കൊടുക്കുന്ന ഒരു ഛായാഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ഇവിടെ വ്യാഴം. 7ൻ്റെയും 10ൻ്റെയും ഭാവാധിപന്മാർ വ്യാഴമാണ്. അതിവിടെ 2-ൽ ധനസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്നു. വളരെ നല്ലതാണ്. ഒരു കാര്യം ഒഴിച്ച് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി. അപ്പോൾ ഇവിടെ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ 10-ൽ ഗുളികൻ, 10ാം ഭാവാധീന ഗുളികൻ്റെ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രക്കാർക്ക് മാറ്റ ജോലികളായിരിക്കും. ഒരു സ്ഥലത്ത് കുറേ കാലം ജോലി ചെയ്യുക, അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. അത് ഗുളികൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതങ്ങനെയാണ്. 10-ൽ 10 ഗ്രഹനില നോക്കിയാൽ അത് അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ മിലിറ്ററിയിലാണ്, ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ മാറ്റ ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നവരെയും ഇവരുടെ ജീവിതം ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജാതകം അവിടെ കറക്റ്റ് കണക്റ്റഡ് ആണ്. 2, 7ാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം. ധനസ്ഥാനത്ത് നിൽക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഗുളികൻ്റെ ദൃഷ്ടി 7ാം ഭാവാധിപന് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ശനിയോടൊത്ത് നിൽക്കുന്ന ഗുളികനാകുമ്പോൾ അതിൻ്റെ പവർ കൂടും. അതുപോലെ വിവാഹശേഷം ശ്രദ്ധ, സൂക്ഷ്മത, ജാഗ്രത വളരെ അത്യാവശ്യം തന്നെയാണ്. അതല്ലാത്ത പക്ഷം തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരം ചിന്താഗതികൾ ഉള്ള മൈൻഡ് സെറ്റുള്ള ആളുകളാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ മാത്രമായിരിക്കണം ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു തർക്കശാസ്ത്രം അവർ മുന്നോട്ട് വയ്ക്കും. അതിന് യോജിക്കുന്ന ആളല്ല വരുന്നത് എങ്കിൽ, ഗുളികൻ്റെ ദൃഷ്ടിയുള്ള 7ാം ഭാവാധിപനാണ്, ചിലപ്പോൾ യോജിക്കുന്ന ആൾ തന്നെ വന്നോണമെന്നില്ല, തർക്കങ്ങളവിടെ ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല 7ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ, ഇവിടെ അത് ചന്ദ്രനാണ്, 10-ൽ നിൽക്കുന്നു. അവിടേക്ക് കുജൻ്റെ ദൃഷ്ടി വരുന്നു, നല്ലതാണ്. ബുധൻ്റെ ദൃഷ്ടി വരുന്നു, നല്ലതല്ല. കാരണം ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. മാത്രവുമല്ല ബുധൻ്റെ ദൃഷ്ടി മീനത്തിലെത്തുമ്പോൾ അത് നീച ദൃഷ്ടിയായിട്ട് മാറുകയും ചെയ്യും. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. ആ അധിപൻ ചന്ദ്രൻ 10-ൽ നിൽക്കുന്നു. അവിടേക്കാണ് നേരത്തെ പറഞ്ഞ ബുധൻ, കുജൻ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ് എന്ന് സാരം. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ൽ ചന്ദ്രൻ നിൽക്കുന്നു. അവിടേക്ക് വ്യാഴത്തിൻ്റെ ഉച്ചനായി നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഉച്ചനായി നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ പിടി ഗുളികൻ നടത്തില്ല. അഥവാ നടത്തിയാൽ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെ മാറ്റാനുള്ള വഴി വ്യാഴം അവിടെ ചെയ്യുകയും ചെയ്യും. പക്ഷേ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം വളരെ ശ്രദ്ധിക്കേണ്ടിയും ഇരിക്കുന്നു. പ്രസ്തുത 10-ൽ നിൽക്കുന്ന, തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രനിലേക്ക് 2-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി വരുന്നു, 1. അവിടേക്ക് കുജൻ്റെ 7ാമത്തെ ദൃഷ്ടി വരുന്നു, 2. അവിടേക്ക് ശനിയുടെ 10ാമത്തെ ദൃഷ്ടി വരുന്നു, 3. ഇതെല്ലാം കൊണ്ടുമാണ് ഇദ്ദേഹം സർക്കാർ ജോലിയിൽ പ്രവേശിച്ചതും അതിൽ തന്നെ കുജൻ്റെ ദൃഷ്ടി ആർമി പോലെയുള്ള ഫോഴ്സുകളിൽ പ്രവർത്തിക്കാനുള്ള യോഗഭാഗ്യം ഇത്തരക്കാർക്ക് ധാരാളമായിട്ടുണ്ടാവും. അല്പം ശനിയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ജോലി സ്ഥലത്ത് അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ, സ്ട്രെസ്സ് കൂടുതൽ പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. ഒരു ആർമി മാൻ എന്ന് പറയുമ്പോൾ, ഒരു പട്ടാളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സുഖിച്ച് ജോലി ചെയ്യുന്ന ഒരാളെയല്ല, വളരെ ടഫായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. അവിടെയൊന്നും ഇദ്ദേഹത്തിൻ്റെ ഈ മൈൻഡ് സെറ്റ് ചിലവാകുകയുമില്ല. അപ്പോൾ അതിനനുസരിച്ച് സ്വയം ഇദ്ദേഹം ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. അമർഷം കാണും, പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇദ്ദേഹം ശ്രമിച്ചാൽ ഇപ്പോൾ ആർമി പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആ ഒരു പീരീഡൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ, നാട്ടിലൊക്കെ വന്ന് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം പണം വിവിധ
മേഖലകളിൽ നിന്ന് ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം തന്നെ ഇദ്ദേഹത്തിനുണ്ട്. 10ാം ഭാവാധിപൻ ധനസ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്നു. പ്രസ്തുത രാശിയുടെ അധിപൻ ചന്ദ്രനിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു. ഇവിടെ 10ാം ഭാവാധിപൻ ഉച്ചനായിട്ട് ധനസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു കോടീശ്വര യോഗമാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ഈഗോ കളഞ്ഞ് നീക്കിപ്പോയി കഴിഞ്ഞാൽ ധാരാളം സമ്പത്ത്, വെൽത്ത് നേടാൻ ഇദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിക്കും. വ്യാഴമായതുകൊണ്ട് ഫാസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ധാരാളം അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ 2002 ജനിച്ച ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാം. ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിനിവിടെ സർക്കാർ ജോലി, പ്രത്യേകിച്ച് ആർമി പോലെയുള്ള വകുപ്പിൽ കിട്ടി. അതിനുവേണ്ടി അലഞ്ഞു നടക്കുന്ന ധാരാളം ചെറുപ്പക്കാർ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് പുഷ്പം പോലെ അവിടെ ജോലി ശരിയായത്. അത് ഈ ജാതകത്തിൻ്റെ പവർ തന്നെയാണ്. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും, അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈഗോ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണ്ടുന്ന തിരുത്തലുകൾ വരുത്തിയും മുന്നോട്ട് പോവുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധ ദശയിലാണ് ജനിച്ചത്. രേവതിയാണ് നക്ഷത്രം. 2007 വരെ ബുധൻ, അതിനുശേഷം 7 കൊല്ലം കേതു, അതിനുശേഷം ശുക്രൻ 2034 വരെ 20 കൊല്ലം, അതിനുശേഷം സൂര്യൻ 2040 വരെ, അതിനുശേഷം ചന്ദ്രൻ 2050 വരെ, ശേഷം കുജൻ, രാഹു, ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രനിൽ ഗുരുവിൻ്റെ അപഹാരമാണ്. എന്ന് വെച്ചാൽ 4/6/2024 തൊട്ട് 3/2/2027 വരെ ശുക്രനിൽ ഗുരു. ശ്രദ്ധിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയുള്ള വ്യാഴമാണ് എന്നത് മാത്രമാണ്. അപ്പോൾ ഈ സമയത്ത് ഏതെങ്കിലും ജോലി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഒക്കെ ജോലി സംബന്ധമായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളൊരു സമയം കൂടിയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കം ഇല്ല. അതുപോലെ തന്നെ 9ാം ഭാവാധിപൻ ആയിട്ടുള്ള ശനിയാണ് ലഗ്നത്തിൽ ഗുളികനോടൊത്ത് നിൽക്കുന്നത്. നിർബന്ധമായും ഭാഗ്യ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം ചെയ്ത് തന്നെ പോയി കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രഹനില കൂടിയാണിത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.